നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത. വെള്ളിയാഴ്ച വരെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വെള്ളപ്പൊക്ക സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിലേക്കുള്ള സന്ദർശനം ഒഴിവാക്കണമെന്നും നീന്തൽ ഒഴിവാക്കണമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മക്ക മേഖലയിൽ ഖുൻഫുദയിലും അൽ ലൈത്തിലും റിയാദിലെ സുൽഫി, അൽഗാദ്, ഷക്ര, മജ്മ, റുമാ, ഹായിൽ, ഖസീം, അസീർ, ജീസാൻ എന്നിവിടങ്ങളിൽ വടക്കൻ അതിർത്തികളിലും കിഴക്കൻ പ്രവിശ്യയിലും മഴയ്ക്കും ആലിപ്പഴ വർഷത്തിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മക്ക മേഖലയിലെ തായിഫ്, മെയ്സാൻ, അദ്ഹാം, അർദിയാദ്, തരാബ, അൽ മുവൈഹ്, അതുപോലെ അൽ ഖുർമ, റാനിയ എന്നിവയുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും അൽ ജൗഫ്, ഖസീം, കിഴക്കൻ പ്രവിശ്യ, അൽബാഹ, ജിസാൻ മേഖലകളിലും മിതമായ മഴയും ശക്തമായ പൊടിക്കാറ്റും ഉണ്ടായേക്കും. റിയാദ്, മദീന, ഹായിൽ തുടങ്ങിയ മേഖലകളിലെ ചില പ്രദേശങ്ങളിലും സമാനമായ കാലാവസ്ഥ അനുഭവപ്പെടും. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ കുവൈത്തിൽ വരും ദിവസങ്ങളിൽ തണുപ്പ് കൂടും. നിലവിലുള്ള താപനിലയിൽ വരും ദിവസങ്ങളിൽ കുറവുണ്ടാകുമെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചിട്ടുണ്ട്. പകൽ ദൈർഘ്യം കുറയുകയും രാത്രി സമയം കൂടുകയും ചെയ്യും. പകൽ സമയം 10 മണിക്കൂറും 27 മിനിറ്റും രാത്രി സമയം 13 മണിക്കൂറും 33 മിനിറ്റും വരെ ആയിരിക്കുമെന്നും കാലാവസ്ഥാ അധികൃതർ അറിയിച്ചു. അതേസമയം മുൻകാലങ്ങളിലേതിന് സമാനമായ തണുപ്പ് ഇത്തവണ ഡിസംബറിൽ അനുഭവപ്പെട്ടിട്ടില്ല. ഡിസംബറിൽ പകൽ മിതമായ കാലാവസ്ഥയും രാത്രിയുടെ തണുപ്പും വ്യാപിക്കുന്നതായിരുന്നു പൊതുവെയുള്ള കാലാവസ്ഥ. എന്നാൽ കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റങ്ങൾ പ്രതിഫലിക്കുന്നതായും ഇനിയുള്ള ദിവസങ്ങളിൽ തണുപ്പ് വർദ്ധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ബഹ്റൈനിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴയുണ്ടായിരുന്നു. എന്നാൽ മുൻ വർഷങ്ങളിലേതുപോലെയുള്ള തണുപ്പ് ഡിസംബർ കഴിയുമ്പോഴും എത്തിയിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മണലും പൊടിയും ഇതുമൂലം അന്തരീക്ഷത്തിൽ പരക്കുകയും ചെയ്യും. ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അനുസരിച്ച് ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.